നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. ആലപ്പുഴ ജില്ലാ ആശുപത്രി ജംഗ്ഷനിലെത്തിച്ച് പ്രതികളുടെ തെളിവെടുത്തേക്കും. എ ഡി തോമസ് ഉൾപ്പെടെയുള്ള പരാതിക്കാർ പ്രതികളെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് തെളിവെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. രഘുനാഥ് നാരായണാണ് വിവരങ്ങളുമായി. രഘു, ഈ സംഭവമുണ്ടായ സ്ഥലത്തേക്ക് കൊണ്ടുവരുമോ? സ്ഥലത്തേക്ക് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോകണമെങ്കിൽ അല്പസമയത്തിനകം കൊണ്ടുപോകണം. കാരണം ഈ 3 ദിവസമാണ് കോടതി ചോദ്യം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മാത്രമേ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. 3 ദിവസമാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഈ പ്രതികളോട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഇന്ന് രാവിലെ 9:09 തന്നെ 5 പ്രതികളും ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. പ്രധാനമായും പ്രതികളിൽ നിന്ന് ഇനി കണ്ടെത്തേണ്ടതുള്ളത് മർദ്ദിച്ച ലാത്തിയാണ്. ആ ലാത്തി എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. കോടതിയിൽ ഈ പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞത് ലാത്തി സറണ്ടർ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ സറണ്ടർ ചെയ്തിട്ടുള്ള, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് ഇന്നലെ വാദികൾ പരസ്യമായ ആരോപണം ഉന്നയിച്ചിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയും രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. സംഭവമുണ്ടായ സ്ഥലത്തേക്ക് ഇവരെ എത്തിക്കുമോ, തെളിവെടുപ്പിനായി എത്തിക്കുമോ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടനെ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഈ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകേണ്ടത്.